പാഷൻ ഉണ്ട്, പക്ഷെ പേഷ്യൻസ് ഇല്ല. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മിസ്റ്റേക്ക് അതാണ്. 100 days 100 thoughts. ഇന്ന് 4ാമത്തെ ദിവസം. ഒരു റിയൽ സ്റ്റോറി പറയട്ടെ. ഒരു ഗ്രാമത്തില് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. ഇവര് ഭയങ്കര സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവിടെ പെട്ടെന്ന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ട് പോകണമെങ്കിൽ അവിടെയുള്ള ഒരു മല കയറി പോകണം, അല്ലെങ്കിൽ മലയെ ചുറ്റി പോകണം. എങ്ങനെ പോവുകയാണെങ്കിൽ വളരെ വൈകിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത്. ഒരു ദിവസം ഭാര്യയ്ക്ക് ചെറിയ ആക്സിഡന്റ് സംഭവിക്കുകയും ഭാര്യയെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് എത്താൻ കൃത്യസമയത്ത് എത്താൻ പറ്റാത്തതിന്റെ പേരിൽ ഭാര്യ മരണപ്പെടുകയും ചെയ്തു. തനിക്കുണ്ടായ ദുരന്തത്തിൽ നിന്ന്, തന്റെ വേർപാടിന്റെ ദുഃഖത്തിൽ നിന്ന് ആ ഭർത്താവ് ഒരു തീരുമാനമെടുത്തു. ഈ ഗ്രാമത്തിൽ നിന്ന് ഇനി എന്നെ പോലെ ഒരാൾക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആ മല തുറന്ന് ഒരു റോഡ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ആയുധങ്ങളുമായി ചെന്നു. നാട്ടുകാരെല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി, പൊട്ടനെന്നും ഭ്രാന്തനെന്നും പറഞ്ഞ് കളിയാക്കി. പക്ഷെ അദ്ദേഹം തന്റെ തീരുമാനത്തിൽ നിന്ന് വേർപിരിയാൻ തയ്യാറായില്ല. എല്ലാ ദിവസവും അദ്ദേഹം ആ മലയെ തുറക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ 22 വർഷത്തിന് ശേഷം ആ മല തുറന്ന് അദ്ദേഹം ഒരു റോഡ് നിർമ്മിച്ചു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മറ്റാരുടെയുമല്ല, ദശരഥൻ എന്ന് പറയുന്ന വ്യക്തിയുടെയാണ്. ഇന്ന് ലോകം അദ്ദേഹത്തെ വിളിക്കുന്നത് പർവ്വത മനുഷ്യൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അർപ്പണബോധവും അദ്ദേഹത്തിന്റെ ലക്ഷ്യവും സ്ഥിരതയും പേഷ്യൻസുമാണ് അദ്ദേഹത്തെ 22 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെയും ലക്ഷ്യത്തിന്റെ ഫോർമുല എന്നുള്ളത്. സോ പാഷൻ ഉണ്ടായ പോയാൽ കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്യാൻ തോന്നണം. എന്ത് കാലത്തെയും പേഷ്യൻസോട് കൂടിയിട്ട്, ക്ഷമയോട് കൂടിയിട്ട് കാണാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടെങ്കിലാണ് നമ്മളും നമ്മുടെ ലക്ഷ്യസ്ഥാനത്താണ് വരുന്നത്.